ഈ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. ലോകത്ത് വിവിധയിടങ്ങളിൽ നിന്നായിട്ടുള്ള 30-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ വരുന്നു. എന്ന് വെച്ചാൽ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ അതിഥികളായി കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരിക എന്ന് വെച്ചാൽ അവരുടെ അക്സെപ്റ്റൻസ് കൂടുന്നു, അല്ലെങ്കിൽ അവരുടെ അക്സെപ്റ്റൻസിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന നില വരികയാണല്ലോ. എന്ന് മാത്രമല്ല, ഇസ്രായേൽ ആക്രമിക്കപ്പെടുന്നതിനെ ആരും അപലപിക്കുന്നില്ല എന്ന പ്രശ്നവും, ഇസ്രായേൽ ആക്രമിക്കപ്പെടുന്നതിനെ മാത്രമല്ല GCC ആക്രമിക്കപ്പെടുന്നതിനെ പോലും വേണ്ട നിലയ്ക്ക് അപലപിക്കപ്പെടുന്നില്ല എന്നുള്ള ഇഷ്യൂ ഇതിനകത്തുണ്ട്. അതാണ് ഇറാനൊരു അഡ്വാൻറ്റേജ്. സോ അത് തകർക്കണം. ഇറാൻ ഇങ്ങനെ ഒരു പരിപാടി ഒന്നും സംഘടിപ്പിക്കാൻ കഴിയാത്ത വിധം ദുർബലമാകണം എന്ന് ആശിക്കുന്ന ഒരു പ്രധാന കക്ഷി ഇസ്രായേലാണല്ലോ. സോ അവരുടെ ലോബിയിങ് ആണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് എന്നുകൂടി കാണണോ? ഈ വളരെ വ്യക്തമായി നമ്മൾ ഈ ചർച്ചയുടെ പല ഘട്ടങ്ങളിലായി പറഞ്ഞു പോകുന്ന ഒരു സംഗതിയാണ്. ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ വിശാലമായ മോഹങ്ങൾക്ക്, സൈനിക മോഹങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ മേഖലയിലെ അവരുടെ അധിനിവേശ മോഹങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി അവർ ഒരു ശത്രുവായി കാണുന്നത്, അതിനൊരു തടസ്സമായി കാണുന്നത് ഇറാനെയാണ്. ഇറാനെ വരുതിയിലാക്കി കഴിഞ്ഞാൽ, ഇറാനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ, അവിടെ ഒരു റെജിം ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ആ ഭരണകൂടത്തെ തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണകൂടമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതി വളരെ എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന ചിന്തയിൽ നിന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ മൊസാദിന്റെ സഹായത്തോടു കൂടി, മൊസാദിന്റെ ഇന്റലിജൻസ് എന്ന പേരിൽ വളരെ അതിന് പാകപ്പെട്ട ഒരു സമയമാണ് ഇപ്പോ. അത് നമുക്കിപ്പോൾ ആക്രമിച്ച് ഖാംനയെ വധിച്ച് ഇറാനിയൻ സീനിയർ ഉദ്യോഗസ്ഥരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ജനങ്ങൾ അവിടെ ഒരു ഭരണകൂട മാറ്റത്തിന് വേണ്ടി രംഗത്ത് വരും എന്ന ഒരു വ്യാമോഹത്തിന്റെ ആ ഒരു മോഹം, ആ ഒരു സ്വപ്നം ട്രംപിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ട്രംപിനെ നെതന്യാഹു ഈ യുദ്ധത്തിലേക്ക് വലിച്ചടക്കുന്നത്. ട്രംപും നെതന്യാഹു എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ ഇനീഷ്യേറ്റീവ് മാത്രമാണ് ഈ ഇറാൻ ആക്രമണം, ഇറാൻ വാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നോക്കൂ, ഏറ്റവും ലേറ്റസ്റ്റ് ആയി അമേരിക്കൻ കോൺഗ്രസിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ വരെ പ്രസിഡന്റ് ട്രംപിന്റെ ഈ യുദ്ധത്തിനെതിരെ വോട്ട് ചെയ്തു. അവരെ പോലും അധിക്ഷേപിക്കുന്ന, നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള പലതരം വാക്കുകൾ ഉപയോഗിച്ചിട്ട്, അൺപാട്രിയോട്ടിക്, അവര് രാജ്യസ്നേഹികളല്ല എന്നൊക്കെ അർത്ഥത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അവരെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ട്രംപ്. അപ്പോ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ വരെ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വിള്ളലുകൾ അമേരിക്കയുടെ 250-ാം വാർഷിക ആഘോഷത്തിനിടെ ഇസ്രായേലിന്റെ പതാക കത്തിക്കുന്ന അമേരിക്കൻ പൗരന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഇതുവരെ ചിന്തിക്കാൻ പറ്റാത്തൊരു സംഗതിയായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഐപാക്കിന്റെ പണം ഞങ്ങൾ വാങ്ങാതെയാണ് മത്സരിക്കുന്നത്. മിഡ് ടേം ഇലക്ഷനിൽ, നവംബറിൽ വരാനിരിക്കുന്ന മിഡ് ടേം ഇലക്ഷനിൽ സയനിസ്റ്റ് ജൂത ലോബി ആയിട്ടുള്ള ഐപാക്കിന്റെ പണം ഞങ്ങൾ വാങ്ങാതെയാണ് മത്സരിക്കുന്നത് എന്ന് റിപ്പബ്ലിക്കൻസ് അടക്കമുള്ള മത്സരാർത്ഥികൾ, കാൻഡിഡേറ്റ്സുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്കയെ എത്തിച്ചത് ഇസ്രായേലിന്റെ ഈ രാഷ്ട്രീയ മോഹങ്ങളാണ്. അത് വളരെ വ്യക്തമായി ഇപ്പോൾ ട്രംപ് മനസ്സിലാക്കുന്നു. എന്ന് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു. നേരത്തെ ബ്രിഗേഡിയർ മോഹൻപിള്ള പറഞ്ഞ ആ ഒരു വശത്തിൽ ഒരു പോയിന്റ് കൂടി ചേർത്തുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയണം. അതായത് ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഇറാൻ അകത്ത് തന്നെ ഒരു ചെറിയ ഫ്രിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. IRGC ഈ ആക്രമണത്തെ എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ തിരിക്കുമ്പോൾ ഇറാനിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അതിനെതിരാണ്. പക്ഷെ അവിടെ മേൽക്കൈ കിട്ടുന്നത് ഈ IRGC പോലുള്ള സൈനിക വിങ്ങിനാണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ നോക്കൂ, ഇപ്പോ ഖത്തറിന്റെ ഒരു ഷിപ്പിനെയാണ് ആക്രമിച്ചത്. ആ ആക്രമണം നടക്കേണ്ട സംഗതിയല്ല. കാരണം ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്യുന്നതിലേക്ക് ഇത്രയധികം എഫേർട്ട് എടുത്ത ഒരു രാജ്യമാണ് ഖത്തർ. ആ ഖത്തറിന്റെ ഷിപ്പിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് തികച്ച വഞ്ചനയാണ് ഇറാൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു നന്ദിയില്ലായ്മയാണത്, ഒരു നന്ദികെട്ട നടപടിയാണത്. പക്ഷെ അവിടെ പോലും അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ അഭിപ്രായ ഭിന്നതയുടെ അടിസ്ഥാനത്തിൽ വന്ന ഒരു നടപടിയാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇത് അവസാനം എത്തിച്ചേരുന്ന ഒരു നടപടി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്കയെ ഇനി ആശ്രയിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്നു. അമേരിക്കയിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് ഇറാനെ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു റീജിയണൽ സെക്യൂരിറ്റി അലയൻസിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നു എന്നത് വളരെ ആശങ്കയോടെ നോക്കിക്കാണുകയാണ് ഇസ്രായേലും അമേരിക്കയും. എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി ട്രംപും നെതന്യാഹുവും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഇസ്രായേലിന്റെ കാര്യവും അമേരിക്കയുടെ കാര്യവും ഇതിനകത്ത് രണ്ടാണ്. കാരണം ഇസ്രായേലിൽ നെതന്യാഹു മാറി നഫ്താലി ബെന്നറ്റ് വന്നാലും ഇതേ നടപടികൾ തുടരാതെ അവർക്ക് നിവൃത്തിയില്ല. കാരണം ആ രാജ്യം ഇപ്പോ ആ അർത്ഥത്തിൽ തികഞ്ഞ സയനിസ്റ്റ് വംശീയ പക്ഷപാതിത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഗസ
70% പിടിച്ചടക്കി അടുത്ത മിനിറ്റിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായി 100% ഞങ്ങൾ അതിന് ഞങ്ങളുടെ പൂർണ്ണമായ സ്വാധീനത്തിൽ കൊണ്ടുവരും എന്ന് നെതന്യാഹു പറയുമ്പോൾ അതിന് പൂർണ്ണമായും പിന്തുണക്കുന്ന നിലപാട് ഇസ്രായേൽ പ്രതിപക്ഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അമേരിക്കയിൽ അതല്ല സ്ഥിതി. അമേരിക്കയിൽ ഒരു ശക്തമായ പ്രതിപക്ഷം ട്രംപിന്റെ പാർട്ടിയിൽ നിന്ന് ഉണർന്നു വരുന്നു എന്നുള്ളത് ഈ വിഷയത്തിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിജനകമായ ഒരു സംഗതിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ നടപടികളെ കാണാൻ. അതുകൊണ്ട് തന്നെ ട്രംപിന് ഇത് ഒരു നിലക്കും ഒരു സമ്പൂർണ്ണ യുദ്ധമായിട്ട് നീക്കിക്കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, ഒരു പ്രാദേശികമായിട്ട് പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഒരു ഇറാനെ കൂടി ഉൾക്കൊള്ളുന്ന ഗൾഫ് രാജ്യങ്ങൾ പോലും ഇറാനുമായി ചേർന്നുകൊണ്ട് ഒരു സെക്യൂരിറ്റി അലയൻസ് വരുന്നതിനെ ഏത് നിലക്കും തടയിടണം. ആ തടയിടുന്നതിലൂടെ മാത്രമേ ഇസ്രായേലിന് അവരുടെ അതിവിശാലമായ രാഷ്ട്രീയ മോഹങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നടക്കുന്ന എല്ലാ ഈ ആക്രമണങ്ങളുടെയൊക്കെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവണത എന്ന് പറയുന്നത്. നമ്മൾ നോക്കൂ, ഒരു കാര്യം കൂടി ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോ ഇസ്രായേലിലെ ഏറ്റവും വലിയ ഭീതി എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴാണ് തുർക്കി ഞങ്ങളെ ആക്രമിക്കുന്നത് എന്ന് ഇസ്രായേലിലെ ജനങ്ങളും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ വരെ ഈ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളെ തുർക്കി ആക്രമിക്കുന്നത് എന്നാണ് എന്ന് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ കാത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ രാഷ്ട്രീയ മോഹങ്ങളെ എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. മേഖലയിലെ എല്ലാ രാജ്യങ്ങളും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിശാലമായ ഒരു സെക്യൂരിറ്റി അലയൻസിന് വേണ്ടി മേഖലയിലെ രാജ്യങ്ങൾ സുന്നി, ഷിയ, അറബ്, ഇസ്ലാമിക, മുസ്ലിം രാജ്യങ്ങൾ എന്ന് വ്യത്യാസമില്ലാതെ അവർ പതുക്കെ അതിന്റെ അകത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഇപ്പോൾ ഇസ്രായേലിനെയാണ്. ഒരർത്ഥത്തിൽ അവർ ഗ്രൗണ്ടിൽ ഇസ്രായേലിനാണ് ഒരർത്ഥത്തിൽ വിജയിച്ചു നിൽക്കുന്നത്. ലബനാനിൽ ആക്രമിക്കുന്നു, ലബനാനിൽ അധിനിവേശം നടത്തി, സിറിയയിൽ അധിനിവേശം നടത്തി, ഇറാനെ ഈ പറഞ്ഞ ഒരു രൂപത്തിലേക്ക് എത്തിച്ചു. പക്ഷേ അത് അന്തിമമായിട്ട് അവരുടെ ഒരു വിജയമാകുന്നില്ല. ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ റീജിയണൽ സെക്യൂരിറ്റി അലയൻസ് എന്ന് പറയുന്നത് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ത്രട്ടൺ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഈ പെട്ടെന്നുള്ള ഈ പ്രകോപനത്തിന്റെ പുറത്ത് ട്രംപ് എടുത്തു ചാടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, MCA, ഇവിടെ ഇപ്പോ ഇത് ഗൾഫിലെ ഒരു